കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? പാറക്കുട്ടി പോയതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് മടിയൊക്കെ മാറ്റി വെച്ച് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നില്ല ഞാൻ ചോറിന് അഡിക്റ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ എന്നോ ഉണ്ടാക്കിയ ഏതോ ഒരു സാമ്പാർ, പക്ഷെ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന സാമ്പാറാണ്, അതിനെടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി അടുപ്പത്തിടുകയാണ്. കുക്കറിലാണ് വെക്കുന്നത്. നമ്മുടെ ചമ്പാ റൈസാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് ജീര റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണി അരി പോലത്തെ അരി, അതാണ് വെക്കുന്നത് കേട്ടോ. വൈറ്റ് റൈസ് കഴിക്കാമെന്ന് കരുതി. മറ്റേ ചമ്പാവരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ 2 വിസിലേക്ക് ആവുമല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് മീൻ വറുക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ കോവയ്ക്ക് കഴുകി എടുക്കുന്നുണ്ട്. കോവയ്ക്ക് മെഴുക്ക് വരട്ടാനുള്ള പരിപാടിയാണ്. ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് പഴുത്തു പോയി. പഴുത്ത കോവയ്ക്കിട്ട് എനിക്ക് മെഴുക്ക് വരട്ടുന്നതോ തോരൻ വയ്ക്കുന്നതൊന്നും അത്ര ഇഷ്ടമില്ല. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചേട്ടാ. പണ്ടുണ്ടല്ലോ അമ്മ വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷി ഉണ്ടായിരുന്നേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിത്യവഴുതണങ്ങ, വാളരിങ്ങ, കോവയ്ക്ക, പിന്നെ പച്ചമുളക്, ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ പിഞ്ച് കോവയ്ക്ക് വരുമ്പോൾ ഞാനിങ്ങനെ പറിച്ച് കഴിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. മീൻ വറുത്ത ചട്ടിയിലാണെങ്കിൽ കുറച്ചധികം എണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 പപ്പടവും കൂടെ അതിൽ പൊള്ളിച്ചെടുത്ത് കേട്ടോ. മീനിൻ്റെയും മസാലയുടെയൊക്കെ മണം കിട്ടുമായിരിക്കും പപ്പടത്തിന്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. ഇച്ചിരി നേരം അടുക്കളയിൽ നിന്നപ്പോൾ തന്നെ ഞാൻ വിയർത്ത് കുളിച്ചു ഗൈസ്. ഞാൻ തളർന്നു. എന്നാലും സാരമില്ല, ഫുഡ് കഴിക്കാനുള്ള ആവേശമല്ലേ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വിളമ്പാനുള്ള ആവേശമാണ്. വിശന്നിട്ട് വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറാന്ന് വരും കേട്ടോ ഈ അരി. അപ്പോൾ ഞാൻ ചോറെടുത്തിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് വരട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല മുരിഞ്ഞ മീൻ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ ഞാൻ ചൂടാക്കിയിട്ടില്ല. എനിക്കിങ്ങനെ തണുത്ത് സെറ്റായിട്ടിരിക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ വെള്ളം വരുന്നു കേസ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. റൈസ്, സാമ്പാർ, മെഴുക്ക് വരട്ടി, മീൻ, പപ്പടം, ആഹാ അന്തസ്. ഞാനപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതാണ്. നിങ്ങൾ എന്താണ് ഡിന്നർ കഴിച്ചതെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ ചില സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കുക്ക് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭയങ്കര വലിയ കുക്കൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത്ര